ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എള്ള് വിളയിച്ചതാണ്. അതിനായിട്ട് ഞാൻ ദേ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അവല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ബൗളിൽ ഇത്രയാണ് കേട്ടോ അവലിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഒരല്പം നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പൊട്ടുകടലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഈ ഒരു ബൗളിൽ നിറയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അതും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ വീണ്ടും ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എള്ള് നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നമ്മളുണ്ടല്ലോ ഒന്ന് വറുത്ത് എടുക്കുമ്പോഴേക്കും അതിങ്ങനെ പൊട്ടി തുടങ്ങും കേട്ടോ. ഇതുപോലെ ഈ പൊട്ടുന്ന പാകത്തിലെത്തുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. വീണ്ടും അതുപോലെ തന്നെ ഒരല്പം നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് പംകിൻ സീഡാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. നമുക്കിതിലേക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയോ അതുപോലെ വേറെ നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതും കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് അര ബൗൾ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇനിയും ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ മധുരം എങ്ങനെയാണോ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് മധുരം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഈ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. എള്ളും അവിലും ഒക്കെ ശർക്കര പാനിയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് ടൈറ്റായി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വരട്ടി എടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ വരട്ടി എടുത്ത് വെച്ചാലുണ്ടല്ലോ ഒരാഴ്ചയിൽ കൂടുതലൊക്കെ കേടാകാതെ ഇരിക്കും കേട്ടോ. ഇതുണ്ടോ ഈ ഒരു പാകത്തിലാകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എള്ള് ഇതുപോലെ തയ്യാറാക്കി കഴിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിനും അതുപോലെ ഹെയറിനും ഒക്കെ ഒത്തിരി നല്ലതാണ്. മാത്രമല്ല ബ്ലഡ് ഉണ്ടാവാനും വിളർച്ചയൊക്കെ ഒഴിവാക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇത് തയ്യാറാക്കി കഴിച്ചോളൂ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.